ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സാധനം എന്ന് പറയുന്നത് നത്തോലി അല്ലെങ്കിൽ കൊഴുവ എന്നറിയപ്പെടുന്ന ഒരു മീന്. അതാണ് നമ്മൾ ഇന്ന് കറി വെക്കാൻ പോകുന്നത്. ഞങ്ങളുടെ കന്യാകുമാരി ജില്ലയിൽ പ്രത്യേകിച്ച് എൻ്റെ സ്വന്തം സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു മീൻ കറി. ഇതിന് വേണ്ടിയിട്ട് എനിക്ക് ഒരു 50 റുപ്പീസിൻ്റെത് മാത്രമാണ് കേട്ടോ. ഒരു 100 ഗ്രാംസ് 150 ഗ്രാംസ് വരും. നമ്മുടെ കൊഴുവ അല്ലെങ്കിൽ നെത്തോലി ഞാൻ മേടിച്ച് നല്ല ഉപ്പും മഞ്ഞളും ഒക്കെ തേച്ച് വൃത്തിക്ക് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന് ആവശ്യമായിട്ടുള്ള പൊടികളെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി വേണം. പിന്നെ ഒരു 1/4 ടീസ്പൂണിലും കുറച്ചിട്ട് ഉലുവ വേണം. പിന്നെ നമുക്ക് വേണമെന്നുള്ളത് ഒരു ചുട്ട ഉണക്കമുളകാണ്. പിന്നെ നമുക്ക് കൊടംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിന് ഒരു കുറച്ച് തേങ്ങ. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഇതിന് തക്കാളി, മുരിങ്ങയ്ക്ക, ഒരു തക്കാളിയാണ്, വലിയൊരു തക്കാളി, മുരിങ്ങയ്ക്ക, പിന്നെ ഉണ്ടമുളക്. ഈ ഉണ്ടമുളക് നാടൻ മുളക് എന്നൊക്കെ ഞങ്ങളുടെ ഇവിടെ പറയും. പിന്നെ കൊച്ചുള്ളി ഇടിച്ചതാണ്, ചെറിയ ഉള്ളി ഇടിച്ചത്, പിന്നെ കറുവേപ്പില കുറഞ്ഞു കേട്ടോ, വേറെ ഇല്ല വീട്ടിൽ, അതുകൊണ്ടാണ്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകകൾ. അപ്പൊ ഇത് നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അല്ലേ ഗൈസ്. അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ പകർന്നു കൊടുക്കാം. ഓക്കെ, വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അവിടെ നമ്മൾ നേരത്തെ ഒരു ഉലുവ ഇച്ചിരി എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഞാൻ സാധാരണ മീൻകറിയിൽ എനിക്ക് കടുക് ചേർക്കുന്നതിനോട് താല്പര്യമില്ല, ഞാൻ ചേർക്കത്തുമില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഉലുവ ഒരു 1/4 ടീസ്പൂൺ ഉലുവ നമുക്ക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ വേണ്ട, ഒരു 10-15 ഉലുവ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഇടാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഉലുവ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും എടുത്തു വെച്ചിരിക്കുന്ന ഈ മല്ലിപ്പൊടി മാത്രമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. മല്ലിപ്പൊടി മാത്രം നമ്മൾ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ മല്ലിപ്പൊടി ഒന്ന് ചൂടായ കൈയോടുകൂടി നമ്മൾ ഇതിലോട്ട് ബാക്കി നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഈ തക്കാളി, മുരിങ്ങയ്ക്ക, കറിവേപ്പില, ചെറിയ ഉള്ളി ചതച്ചത്, ഉണ്ടമുളക്, ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇതിലോട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റാൻ വയ്ക്കാം. ഓക്കെ, ചെറുതായിട്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലോട്ട് ഇച്ചിരി ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. ഈ ഒരു അവസരത്തിൽ നമുക്കിതൊന്ന് മൂടി വെക്കാം. ഈ മൂടി വെക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഓൾറെഡി എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങ, ഈ തേങ്ങയിലോട്ട് നമുക്ക് ഈ ചുട്ട ഒരു ഉണക്കമുളക് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ചുട്ട ഒരു മുളക് നമുക്ക് ഇട്ട് കൊടുക്കാം, ഒടിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഈ പൊടി മുളക് പൊടിയും പിന്നെ നമ്മുടെ ഉലുവയും മഞ്ഞൾപ്പൊടിയും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഇച്ചിരി വെള്ളം ചേർത്ത് അരച്ചിട്ട് വരാവേ. ഹായ് ഗൈസ്, അപ്പൊ ഞാനിതാ നമ്മുടെ അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരച്ചെടുത്ത അരപ്പിൽ ഇച്ചിരി വെള്ളവും കൂടി ചേർത്ത് നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിലോട്ട് നമ്മുടെ കൊടംപുളി ഞാനിവിടെ എടുത്തു വെച്ചേക്കുന്നത് നമുക്ക് ഇട്ട് കൊടുക്കാവേ. ഒരിച്ചിരി ചൂടുവെള്ളവും കൂടി ഇതിലോട്ട് പകർന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് തീ കൂട്ടി തന്നെ വെക്കാം. ഇത് നന്നായിട്ട് തിളക്കട്ടെ ഗൈസ്. നമ്മുടെ ഇതുപോലെ മീൻ കറിക്കുള്ള ചാറ് ഇതുപോലെ തിളച്ച് നല്ല കുറുകി വരുന്ന സമയത്ത് കഴുകി
വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കൊഴുവ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇത് വേവിക്കാൻ പോകുന്നത് ചെറിയ തീയിലാണ് കേട്ടോ. ചെറിയ തീയിൽ നമ്മൾ ഇതിനെ വേവിക്കുക. വലിയ തീ വേണ്ട, നമുക്ക് തീ കുറച്ച് സിമ്മാക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം കേട്ടോ. ഗൈസ്, അപ്പൊ നമ്മുടെ കൊഴുവക്കറി എന്തായി നോക്കാം. വാവ്, ബ്യൂട്ടിഫുൾ. നോക്കൂ, നല്ല കണ്ടോ, എണ്ണ തെളിഞ്ഞു വരുന്നുണ്ടോ? എണ്ണ ഇവിടെയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പരുവത്തിൽ നമുക്കിതിലെ എല്ലാ സാധനങ്ങളും വെന്തിട്ടുണ്ട്. മുരിങ്ങയ്ക്ക വെന്തിട്ടുണ്ട്, തക്കാളി നല്ല ജ്യൂസി ആയിട്ട് തക്കാളി നമുക്ക് വെന്തിട്ടുണ്ട്, വേണ്ട കൊഴുവയും വെന്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പരുവത്തിൽ നമുക്ക് ഈ ഒരു കറി നമുക്ക് ഓഫ് ചെയ്യാം. ഇത് മതി, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ചാറും ഉണ്ട്, കണ്ടോ, നല്ല ചാറും ഉണ്ട്. അപ്പം നല്ല ഒരു കൊഴുവക്കറി. ശരിക്കും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം. കാരണം ഇതിൻ്റെ ഈ ഒരു ടേസ്റ്റിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഈ ഒരു ചുട്ടര നമ്മൾ അരയ്ക്കുന്നില്ലേ, ചുട്ടരയ്ക്കുന്ന ആ ഒരു ഉണക്ക മുളകാണ് കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ്. സത്യത്തിൽ എരിവിച്ചിരി കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരു 2 മുളക് അതുപോലെ ചുട്ട് അരച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ഞാനിതിൻ്റെ ചാറ് ഒന്ന് രുചിച്ച് നോക്കണേ. കൊള്ളാം ഗൈസ്, എരിവുണ്ട്, നല്ല പുളിയുണ്ട്, ആവശ്യത്തിന് ഉപ്പുണ്ട്, ശരിക്കും പറഞ്ഞാൽ നല്ല രുചിയുണ്ട്. ഈ കപ്പ, ചോറ്, അവിയൽ, ഇത് ഈ കൊഴുവക്കറി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചീരത്തോരൻ, ഈ കൊഴുവക്കറി ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കിനി സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കൊഴുവക്കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ സൈനിങ് ഓഫ്. സനു ഫ്രം വിശപ്പും വിരുന്നും.